ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ചാതൻസിലെ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, രേണുസുതി തന്നെയാണ്. രേണുസുതിയും ഉപ്പില്ലാത്ത കഞ്ഞിയും ഒരുപോലെയാണ്. അപ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞിയും രേണുസുതി ഒരുപോലെയാണെന്ന് പറഞ്ഞത് എനിക്കല്ല, നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർക്കാണ്. കാരണം അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖവുമില്ല. അതുകൊണ്ട് തന്നെ അവർ എവിടുന്നെങ്കിലും ഇല്ലാത്ത കണ്ടന്റുകളെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് കണ്ടന്റാക്കി വീഡിയോ ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ കാശുണ്ടാക്കുന്നതിനകത്ത് എനിക്കൊരു വിരോധവുമില്ല. എല്ലാവരും കാശുണ്ടാക്കട്ടെ, സമ്പാദിക്കട്ടെ. പക്ഷേ ഇല്ലാത്ത കണ്ടന്റിനെ കണ്ടെത്തി അതിനെ പൊടുപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ കാശുണ്ടാക്കുന്നതിനോട് ചെറിയൊരു എതിർപ്പുള്ള കൂട്ടത്തിലാണ് ഞാനെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കാശുണ്ടാക്കി ആ വീഡിയോയുമായിട്ട് ഞാനും ഒന്ന് എത്തിയിരിക്കുകയാണ്. അവരെന്തായാലും രേണുസുതിനെ നല്ല വൃത്തിയായിട്ടൊന്ന് അലക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ വെടുപ്പിനൊന്ന് തേച്ച് കഴുകി വെളുപ്പിച്ചങ്ങ് അശയിലോട്ടിട്ടേക്കാവെന്ന് കരുതി ഞാൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ വീഡിയോയിലോട്ടങ്ങ് കയറിപ്പോവാ. അപ്പം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. അപ്പം ദാണ്ടേ ഇതൊന്ന് കണ്ടോ. ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. ഇവിടെ ഒരു മതില് ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇതൊക്കെ മറച്ചു വെക്കാനായിട്ട് എന്നാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേര് നമുക്കല്ല ഞങ്ങളുടെ വീടല്ല, ഈ കുഞ്ഞ് ഈ 5 വയസ്സുകാരന്റെ കാര്യം ആര് പറയും? അവര് താമസിക്കണ്ടല്ലേ? കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ യൂട്യൂബർ അണ്ണന്മാരല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നല്ല ചെറുപ്പക്കാരായിട്ടുള്ള അണ്ണന്മാർ, കാലിനും കൈക്കും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത അണ്ണന്മാരെടുത്തിട്ട് അലക്കി പിഴിഞ്ഞ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ വിശദീകരിച്ച് എല്ലാവരെയും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രേണുസുതി എന്ന് പറയുന്ന ആ ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഭാഗത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിനകത്ത് തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ആ അച്ഛൻ കുറച്ച് വയലൻ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വയലൻ്റ് ആയിട്ട് സംസാരിച്ചതിന് നമ്മുടെ ഒരു യൂട്യൂബർ മഹാൻ കാണുന്നുണ്ടെങ്കിൽ ആ മഹാൻ പറഞ്ഞു, ആ അച്ഛനെ കണ്ടാൽ നാഗവല്ലിയെ പോലെയാണെന്ന്. ഡേയ്, സ്വന്തം മക്കൾക്ക് ആപത്ത് വന്ന ഏതൊരച്ഛനും അമ്മയും നാഗവല്ലിയായി മാറുവടേ. അതെന്താ നീ മനസ്സിലാക്കാത്തെ? നിന്റെ അച്ഛൻ അങ്ങനെ മാറുന്നില്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചോളൂ. അല്ലേ നിന്റെ അമ്മ അങ്ങനെ നാഗവല്ലി ആവുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചോളൂ. നീ അവരുടെ സ്വന്തമല്ല, നിന്നെ ഒരു തവിട് കൊടുത്ത് വാങ്ങിയതാണ്. നോട്ട് ദ പോയിന്റ്. അപ്പം ഏതൊരച്ഛനും അമ്മയും തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, എന്തെങ്കിലും വിഷമഘട്ടമുണ്ടായാൽ അവർ വൈകാരികമായി ഇടപെട്ടില്ലെങ്കിൽ മാത്രമേ അതിശയിക്കേണ്ടതുള്ളൂ. അവർ വൈകാരികമായി ഇടപെടുകയും വികാരപൂർവ്വം സംസാരിക്കുകയും ക്ഷിപ്രകോപികളായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോ, അത് അവർക്ക് അത്രയും ആത്മാർത്ഥതയും കരുതലും സ്വന്തം മക്കളുടെ കാര്യത്തിലുള്ളത് കൊണ്ട് മാത്രമാണ്. നിന്റെയൊക്കെ അപ്പനും അമ്മയ്ക്കും നിന്നോട് ആ ഒരു വികാരം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് സംഗതി, നിന്നെയൊക്കെ തവിട് കൊടുത്ത് വാങ്ങിയത്. അതായത് നീ ഒന്നും അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായതല്ല, അത്രയും വികാരേ ഉള്ളൂ. പിന്നെ അടുത്ത എന്താണ് നിന്റെയൊക്കെ വിഷയം? വീട് മാന്തിയപ്പോൾ പൊളിയുന്നല്ലേ, അതല്ലേ വിഷയം. അപ്പം അത് പറയുന്നവരോട് ഞാൻ പറയാം, ഉളകളെ, ഒരു വീട് വെച്ചാൽ മാന്തുമ്പം പൊടിയുന്ന വീട് എവിടെയെങ്കിലും ഉണ്ടോ? കളിക്കുന്ന വീട് പോലും മാന്തുമ്പം പൊളിയല്ല. ഇതെന്തോന്ന് വീട്? ചുരണ്ടുമ്പോൾ ഇളങ്ങിപ്പോന്ന വീടോ? മണ്ണാങ്കട്ടയാന്നോടെ മഴ പെയ്യുമ്പോൾ അലിഞ്ഞു പാന് വീടല്ലേ വെച്ചു കൊടുത്തേ. അപ്പം നീയൊക്കെ ഈ പറയുന്ന മുട്ടന കമ്പനി എന്തരോ ഉന്തിര് ആ അങ്ങേരുണ്ടാക്കിയ ആ സാധനം, അതായത് ഭയങ്കരമായ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേര് നിർമ്മിച്ച ആ കമ്പനിയിലെ വീട് ഇങ്ങനെ ചുരണ്ടുമ്പോൾ ഇടിഞ്ഞു പോകുന്നതാണെങ്കിൽ അപ്പോൾ പിന്നെ ആ വീടിന് എന്തോന്ന് ഉറപ്പടയുള്ളത്? ദാനം കിട്ടിയതായാലും ഇതിന് എന്തോന്ന് ഉറപ്പുള്ളത്? മാന്തുമ്പം പൊളിഞ്ഞു പോകുന്ന വീട് കണ്ടിട്ട് ആ മാന്തുമ്പം മാന്തി പൊളിക്കുന്നെന്ന് ലജ്ജയില്ലയോടാ നിനക്കൊക്കെ അങ്ങനെ പറഞ്ഞ് റിയാക്ഷൻ ചെയ്യാനേ? ഉളുപ്പ് അതില്ലെന്ന് എനിക്കറിയാം, കാരണം നീയൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലയോ ഇങ്ങനെ. അപ്പം അതുകൊണ്ട് നിനക്കൊന്നും ഒരു ഉളുപ്പവും വരത്തില്ല. മാന്തി, അയ്യോ അങ്ങേര് വീട് മാന്തി പൊളിക്കുന്നു, അങ്ങേര് എന്ത് കാണിക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന നിനക്കൊക്കെ എന്തോ ഉളുപ്പ് വരാൻ. ഒരു വീട് വെച്ചാൽ ആ വീട് മാന്തിയോ ഇടിച്ചോ പൊളിച്ചോ ഒന്നും കളയാൻ, കൈകൊണ്ടൊന്നും മാന്തി പൊളിച്ച് കളയാൻ പറ്റുന്നതല്ല വീട്. കൈകൊണ്ട് മാന്തി പൊളിച്ച് കളയാൻ പറ്റുന്ന സാധനത്തിൻ്റെ പേര് വേറെ വല്ലതും ആയിരിക്കും. മനസ്സിലായോ? നിനക്കൊന്നും അത്രയും വിവരമില്ല. വിവരമില്ലായ്മ ഒരു തെറ്റല്ലടേ. സുധിയുടെ മക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീട് മാന്തുമ്പം പൊളിയുന്നു. ഒരു മനുഷ്യൻ ഇടിച്ചു പൊളിക്കുന്നു. ഒരുത്തൻ പറഞ്ഞതാ, തങ്കപ്പൻ ഇടിച്ചു പൊളിക്കുന്നു.
എടേ അയാൾക്ക് ആ പ്രായം ചെന്ന ആ ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള അയാൾ ഇടിക്കുമ്പം പൊളിയാനുള്ള വീടാണ് അതെന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട് എന്തുവാടെ 20 ലക്ഷം രൂപയുടെ വീട്, 20 ലക്ഷം ഉണുമ വേണ്ട. പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപയ്ക്ക് പഠനമുറി കിട്ടും. അതിൻ്റെ ഒരു ഭിത്തി ഒന്ന് മാന്തി പൊളിച്ച് കാണിക്കാവോ? 2 ലക്ഷമേ കിട്ടുന്നുള്ളൂ. 20 ലക്ഷം രൂപ കൊടുത്ത് വെച്ച വീട് ആ തങ്കപ്പൻ ഹാർട്ട് പേഷ്യൻ്റ് വന്ന് ഇടിക്കുന്ന ഉടനെ പൊളിഞ്ഞു വീഴുന്നെങ്കിൽ പിന്നെ ആ വീടിന് എന്തോന്ന് ഉറപ്പടെ ഉള്ളത്? നിനക്കൊക്കെ നാണോ മാനോ എന്ന് പറയുന്ന സാധനം ഇല്ലെന്നറിയാം, അതുകൊണ്ട് വീണ്ടും അതുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. പിന്നെ അടുത്ത ഒരുത്തം വന്നിരുന്ന് പറയുന്നത് കേട്ട്, ശ്രുതിയുടെ മോനെ ശിശുക്ഷേമ സമിതി വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു, ശ്രുതിയുടെ മോനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, രേണുവിന് ഇനി മോനെ വേണ്ടടാ, നീ കൊണ്ടുപോയി വളർത്തടാ, നീയൊക്കെ കൊണ്ടുപോയി വളർത്ത. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവനെയും പറയത്തില്ല, പക്ഷെ നിന്നെപ്പോലുള്ള കുറെ നാറിയവന്മാരുണ്ട്, അവന്മാർ കൊണ്ടിട്ട് വളർത്തടാ രേണുവിൻ്റെ മോനെ. എന്തുകൊണ്ടാണ് അത് അവൾ പറഞ്ഞത്? അവള് നാട്ടുകാരോട് കൊണ്ടിട്ട് വളർത്താനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ബാക്കി കണ്ടോണ്ടിരിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനോടും കൊണ്ടുപോയി വളർത്താനല്ല പറയുന്നേ. രേണുവിനെ കുറിച്ച് മോശം രീതിയിൽ അഭയാർത്ഥികളെ പോലെ രേണുവിൻ്റെ തള്ളയും തന്തയും ചേട്ടത്തിയും ചേട്ടനും ഒക്കെ വീട്ടിൽ കിടക്കുന്നെന്നും പറഞ്ഞ് നാക്കിട്ട് അടിച്ച് പരിഹാസം ഇങ്ങോട്ട് പുറത്തോട്ട് തുപ്പുന്നവന്മാരുണ്ട്, വിഷം തുപ്പുന്നവന്മാർ. അവന്മാരോടാ പറഞ്ഞേ, നീയൊക്കെ ഏറ്റെടുത്ത് വളർത്തിക്കോടാ, നിനക്കൊക്കെ പറ്റുമെങ്കിൽ ആ വീടും എടുത്തോ. പോന്നോ നീയൊക്കെ? ഏതവനെങ്കിലും വേണോ രേണുവിന് ദാനമായിട്ട്, രേണുവിന് മക്കൾക്കും ദാനമായിട്ട് കിട്ടിയ വീട്? നിന്റെയൊക്കെ വെപ്രാളവും വ്യാപാരവും വിമ്മിഷ്ടവും ഒക്കെ കണ്ടാൽ തോന്നും നിനക്കൊക്കെ വേണമായിരുന്നത്. വേണമെങ്കിൽ ചെല്ലടാ, 21 വയസ്സുള്ള കിച്ചുവിനെയും 5 വയസ്സുള്ള ഋതപ്പനെയും സംരക്ഷിച്ചാൽ മതി. പോ ചെല്ല്, നിനക്കൊക്കെ അല്ലേ വെപ്രാളം അവിടെ രേണുവിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നതിന്. അപ്പം രണ്ടും പറയും, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്കൊക്കെ ജന്മം നൽകിയ 2 വ്യക്തികൾ കാണുമല്ലോ, അതായത് തന്തയും തള്ളയും. അപ്പം നീയൊക്കെ ഒരു വീടങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അന്നേരം പറയുമോ, ഇവിടെ എൻ്റെ അച്ഛനും അമ്മയൊന്നും താമസിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഞാനും എൻ്റെ പെണ്ണുപിള്ളേ എൻ്റെ മക്കളും മാത്രം, ഞാൻ അതിനാണ് ഈ വീട് വെച്ചേക്കുന്നത് എന്ന് പറയുമോ? അല്ല, നീയൊക്കെ പറയും. അതുകൊണ്ടാണല്ലോ ഇപ്പം നീ പറയുന്നത്. ആകെ അവർക്ക് രേണുവിൻ്റെ കൂടെ രേണു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ വിധവയായിട്ടുള്ള തൻ്റെ മോടെ കൂടെ അവക്കുള്ള സംരക്ഷണത്തിന് അവക്കുള്ള കൂടെ നിൽക്കുന്ന അവക്കുള്ള അച്ഛനെ അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞ് നിന്നെപ്പോലുള്ള ഏഭ്യന്മാർ തീർച്ചയായിട്ടും നിന്റെ തള്ളയോടും നന്ദയോടും ഒക്കെ അത് പറയും. അതുകൊണ്ടാണ് നീയൊക്കെ അതിന് അത്രയും ശക്തമായിട്ട് എതിർത്ത് പറഞ്ഞത്. രേണുവിൻ്റെ വീട്ടിൽ സുധിയുടെ അമ്മ എവിടെ? സുധിയുടെ അമ്മ സുധിയുടെ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അത് അറിയത്തില്ലായിരുന്നോ? സുധി ജീവിച്ചിരുന്ന കാലയളവിലെ രേണുവും രേണുവിൻ്റെ അച്ഛനും അമ്മയും സുധിയും കൂടെ ഒന്നിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നീയൊക്കെ മുമ്പത്തെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലയോ സുധിയുടെ? നീയൊക്കെ ഇപ്പം സുധി ചത്തു കഴിഞ്ഞപ്പോൾ വന്നിരുന്നു, സുധി ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെ രേണു അടിച്ചിറക്കി. എവിടെ അടിച്ചിറക്കിയടാ? നിന്റെ തിണ്ണയ്ക്ക് വന്ന് നിൽക്കുന്നു അവത്തങ്ങൾ 2 ഋതപ്പനും കിച്ചു നിന്റെ ഏതെങ്കിലും അവന്മാരുടെ തിണ്ണയ്ക്ക് വന്ന് നിന്നോടാ. എന്നിട്ട് ഒരുത്തം വന്നിരുന്നോണ്ട് പറയുന്നത് ഞാൻ കേട്ട്, കിച്ചു പറയണം ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന്. നീയൊക്കെ അതിൻ്റെ അണ്ണാക്കിനകത്ത് വരെ കൈ കൊണ്ടേന്ന് വെച്ച് ഏതെല്ലാം രീതി കിച്ചു അങ്ങനെ പറഞ്ഞു, കിച്ചു ഋതപ്പനെ ഏറ്റെടുത്തോണ്ട് പോയി, എന്തെല്ലാം തമ്പുനയിൽ ഉണ്ടാക്കുന്നടാ. എടാ, ഇന്ന് വരെ ആ ചെറുക്കൻ്റെ വായിന്ന് നിനക്കൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം വെളിയിലോട്ട് വന്നിട്ടുണ്ടോ? രേണു ദ്രോഹിക്കുന്നെന്നോ, രേണു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ വന്നിരുന്ന ഒരു സ്ത്രീയെ നിരന്തരമായിട്ട് ഉപദ്രവിച്ച് അതീന്ന് കിട്ടുന്ന കാശ് മേടിച്ച് ഇങ്ങനെ ഞണ്ണുന്നേ? നിനക്കൊക്കെ ഈശ്വരൻ കൈക്കും കാലിനും ഒന്നും ഒരു കുരുവും തന്നിട്ടില്ലല്ലേ, ഇറങ്ങിപ്പോയി പണിയെടുത്ത് ജീവിരടാ. എന്നിട്ട് ഒരുത്തം വന്നിരുന്ന് പറയുന്നത് കേട്ട്, ഞങ്ങളൊക്കെ എല്ലാരെയും കുറ്റം പറയും, ഞങ്ങൾ കുറ്റം പറയുന്നതിനോടൊപ്പം നിന്ന് കുറ്റം പറയാതെ അവരുടെ കൂട്ടുകാരി ഇറങ്ങിയെന്നാന്നടാ. അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിന്നെ പോലുള്ളവരാൽ കൊത്തി വലിക്കപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടുകാരി തന്നെ ഞാൻ. ഏത് മനുഷ്യനായാലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും ഇതേപോലെ കൂട്ടം ചേർന്ന് ഗ്യാങ് വാർ നടത്തുന്നവന്മാർക്കും വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നേ. ഇനി ഏത് സംഗതി ആയാലും, സ്ത്രീകൾക്കായാലും പുരുഷനായാലും, ഇതേപോലെ നിന്നെ പോലുള്ള കുറെ കഴുകന്മാരുടെ ഇടയിൽപ്പെട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ആ അടുത്ത നിമിഷം ഞാൻ എത്തിയിരിക്കും നിനക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട്. ഞാൻ അവരുടെ കൂട്ടുകാരി തന്നെ. അങ്ങനെയുള്ള സ്ത്രീകളുടെയും അങ്ങനെയുള്ള പുരുഷന്മാരുടെയും നിനക്ക് ഗ്യാങ് വാർ നടത്താനുള്ള സ്ഥലമല്ലടാ സോഷ്യൽ മീഡിയ. നീ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാണെന്ന് എനിക്കറിയാം, ഒരു വലിയ സർക്കിൾ. നീയൊക്കെ ഒരുത്തരെ ഇങ്ങോട്ട് ഏൺ ചെയ്യും, ലക്ഷ്യം വെക്കും.
നിന്റെ കൂടുള്ള ബാക്കി എല്ലാവരും ആ ആളിനെ ലക്ഷ്യം വെക്കും. എന്നിട്ട് അവരുടെ ഫാമിലിയെ നീയൊക്കെ ഇല്ലാതാക്കും. എന്തുകൊണ്ട് നീ ഇതൊക്കെ പ്രമുഖന്മാരുടെ അടുത്തോട്ട് ഇറക്കുന്നില്ലടാ? അത്താഴ പട്ടിണിക്കാരായിട്ടുള്ള ജനതയുടെ അടുത്ത് ഇറക്കുന്നു. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ അടുത്ത് ഇറക്കുന്നു. നിനക്കൊക്കെ ഇതുപോലെ റിയാക്ഷൻ ചെയ്യാൻ എന്തെല്ലാം കണ്ടന്റുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നീ പോന്നില്ല? ദാണ്ട് ഇപ്പൊ കിടക്കുന്നടാ എലിസബത്ത് ഉദയൻ ആശുപത്രിയില്. എന്തുകൊണ്ട് പോന്നില്ല എലിസബത്ത് ഉദയന് നീതി മേടിച്ചു കൊടുക്കാൻ? എന്താ പോവാത്തെ? എന്തിന്? ഇവക്ക് വീട് വെച്ച് കൊടുത്തല്ലോ, രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തല്ലോ. അവനെതിരെ എന്താ പാത്തെ? അപ്പോഴും നീയൊക്കെ ഇങ്ങനെ എന്നിങ്ങനെ താറാവ് അടിക്കുന്ന കണക്ക് എന്തടാ അടിക്കുന്നത്? പണം 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 പവർ, അത് കാണുമ്പോൾ നിനക്കൊക്കെ പേടിയാവും. മനസ്സിലായോ? അതേസമയം രേണുസുതിയെ പോലോ ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും ഭർത്താവില്ലാത്ത സ്ത്രീകളോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് കണ്ടെത്തി ആ കണ്ടന്റിലൂടെ അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുമ്പം എടാ സ്വന്തമായ ഒരു കണ്ടന്റ് പോലും കണ്ടെത്തി അതിലൂടെ ഒരു റീച്ച് ഉണ്ടാക്കാൻ സാധിക്കാതെ അന്യൻ കണ്ടെത്തിയ കണ്ടന്റിന്റെ കുണ്ടിക്ക് പിടിച്ച് കയറി നടക്കുന്ന കുണ്ടി നിരങ്ങികളായിട്ടുള്ള നിന്നെയൊക്കെ യഥാർത്ഥത്തിൽ എന്തോ വിളിക്കേണ്ടുന്നേ? നിനക്കൊക്കെ നീ പറഞ്ഞല്ലോ റീച്ചിന്റെ കാര്യം. എൻ്റെ പേര് നിന്റെ ചാനലിൽ പറയത്തില്ല. അവരുടെ ഒരു കൂട്ടുകാരി ഇറങ്ങി, ആ കൂട്ടുകാരിയുടെ പേര് ഞങ്ങൾ ചാനലിൽ പറയത്തില്ല കേട്ടോ. അവക്ക് റീച്ച് ഉണ്ടാവും. ഡേയ്, നിന്റെയൊക്കെ ഈ വൃത്തികെട്ട ചാനൽ, അതായത് നാട്ടുകാരെ ദുഷിച്ച് റീച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന ചാനലുകൾ, അതായത് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകാരെയും പറയത്തില്ല, നല്ല അന്തസ്സായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകാരുണ്ട് യൂട്യൂബിൽ. ആ ആൾക്കാരുടെ പേരിപ്പം ഞാൻ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം. പക്ഷെ നിന്നെ പോലൊക്കെ ഒരാളിനെ ലക്ഷ്യം വെച്ച് ഒരാൾ തന്നെ ഉദ്ദേശിച്ച കണ്ടന്റ് ഒരാൾ പറയുന്ന അതേ രീതിയിൽ ബാക്കി കുറേ അവന്മാർ വന്നിരുന്ന് ഒരേ സാധനം ഒന്നുപോലെ തന്നെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എടാ നീ എന്താ ചെയ്യുന്നേ, നീ എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കി നാട്ടുകാരെ ദുഷിച്ചുണ്ടാക്കി എടുത്തേക്കുന്ന റീച്ചിന്റെ അറ്റത്തൂന്ന് കിട്ടുന്ന റീച്ച് എനിക്ക് വേണ്ടാടാ. നിന്റെയൊക്കെ അവിഞ്ഞ ചാനലിനകത്ത് എൻ്റെ പേര് പോലും പറയുന്ന എനിക്ക് നാണക്കേടാ. മനസ്സിലായടാ? ഞാനൊരു ഹാഷ്ടാഗ് ഇട്ട് എൻ്റെ പേര് പോലും അടിച്ചു വെക്കാത്ത അതുകൊണ്ടാ. എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രം ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം എൻ്റെ പേര് പോലും നിന്റെയൊക്കെ നാറിയ ചാനലിനകത്ത് നീയൊക്കെ പറഞ്ഞ് എനിക്ക് ആ റീച്ച് വേണ്ട. നീയൊക്കെ പറയുന്ന കണക്ക് അന്യൻ്റെ ദുഷിപ്പ് പറഞ്ഞു കിട്ടുന്ന റീച്ച് വേണ്ട, അന്യൻ്റെ കണ്ണീര് വീണ കാശും വേണ്ട. മനസ്സിലായോ? അന്യൻ്റെ പ്രാക്കും വേണ്ട. അപ്പം ഞാൻ അടുത്തതിലേക്ക് വരാം. വീട് മാന്തിപ്പൊളിച്ചപ്പോൾ പൊളിഞ്ഞുപോയി, അത് ഒരു കുഴപ്പമല്ല. എന്നാ നിർമ്മാണ പ്രവർത്തനത്തിൽ കുഴപ്പമുണ്ട്. അത് രേണുസുതിയുടെ അച്ഛൻ വെള്ളം ഒഴിച്ചില്ല. എടാ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അയാൾക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലെന്ന് അയാൾ പറഞ്ഞാൽ ജിപ്സം വർക്ക് ചെയ്തപ്പോഴേ. തന്നെയല്ല, ഈ ജിപ്സം ഒക്കെ കേരളത്തിൽ വന്നിട്ട് എത്ര കാലമായിടാ? നിനക്കൊക്കെ നിർമ്മാണ മേഖലയെക്കുറിച്ച് എന്തോ അറിയാം? നിനക്കൊക്കെ നിർമ്മാണ മേഖലയോ ജോലിയോ എന്തെങ്കിലും അറിയാവോ? ആ തന്തപ്പടി, രേണുവിൻ്റെ തന്തപ്പടി, അയാളൊന്നുമില്ലെങ്കിൽ എത്രയോ കാലം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത ആളായിരുന്നെന്ന് പറയുന്നത്. ഈ ജിപ്സം വർക്ക് ഇവിടെ വന്നിട്ട് എത്ര കാലമായി? കേരളത്തിലൊക്കെ വന്നിട്ട് ഈ ജിപ്സം ചെയ്യുന്നുണ്ട് പെരയ്ക്കകത്ത്, അതായത് വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ ജിപ്സം വർക്ക് ചെയ്യും. അല്ലാതെ എവിടാടാ വെളിയിൽ ജിപ്സം വെച്ച് തേച്ച് വെക്കുന്നത്? ഏറ്റവും കൂടുതൽ ചാന്തിട്ട് പുറം സൈഡിൽ തേക്കണ്ടുന്ന ഭാഗം ഏതാണെന്നറിയോ? പാരപ്പറ്റ്, ഷെയ്ഡും പാരപ്പറ്റിൻ്റെയൊക്കെ ആ മടക്കി വെക്കുന്ന ആ ഭാഗം. കാരണം ഈർപ്പം തോനെയും പിടിക്കുന്നേ. അവിടുന്ന് ആ തേച്ച് വെച്ച സാമാനം എല്ലാം പൊളിഞ്ഞിറങ്ങി പോയേക്കുന്നേ. എന്നിട്ട് നിൻ്റെയൊക്കെ കണ്ണി കുരുവല്ലേ, പൂച്ചത്തീട്ടം. കാരണം കണ്ണിങ്ങനെ തുണക്കുമ്പോൾ കാണാൻ വയ്യ നിനക്കൊന്നും ആ വീടിന് എത്രയും കംപ്ലൈൻ്റ് ഉള്ളതെന്നുള്ളത്. എടാ അതുകൊണ്ടാ അതിന് അയാൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്. എടാ ആ എന്തിരുവനെ തന്നെ അറിയാം ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പണിയാന്നുള്ളത്. അതുകൊണ്ടാ അയാൾ പറഞ്ഞ ഇനി അതിനകത്തുള്ള എല്ലാ ഡാമേജുകളും തീർത്തിട്ട് പഞ്ചായത്ത് ഫീസ് അടച്ച് മറ്റേതടച്ച് മറിച്ചടച്ചടാ അവന്മാർ പണിയേച്ച് പോയി 2 മാസം ആവുന്നതിന് മുമ്പേ അതിന് മൊത്തം ഡാമേജും കംപ്ലൈൻറ്റും ചുരണ്ടുമ്പോൾ ഇളകി വരുന്ന ഭിത്തിയും പിന്നെ മഴ പെയ്താൽ നനയുന്നുടനെ അടന്നു പോകുന്ന സാധനവും പിന്നെ തന്നെത്താനെ ഊരി വീഴുന്ന സിങ്കും അതും ഇതും ചള്ളും ചവറും എല്ലാം അങ്ങനെ. അതായത്
അങ്ങനെയുള്ള സാധനത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നോക്കി ഒരു എഞ്ചിനീയർ ആയിരിക്കോടാ അത് കൊടുക്കുന്നത്, ഞാൻ ആ പണിയെന്ന്. അപ്പൊ ആ നിർമ്മാണ മേഖലയിൽ വന്ന പാളിച്ചകൾ കാണിച്ചുകൊണ്ട് അവളൊരു ഉപഭോക്തൃ കോടതി കൊണ്ടുപോയി ദാനം കിട്ടിയതായിക്കോട്ടെ കേസ് കൊടുത്താൽ ഇവന്മാർ നഷ്ടപരിഹാരം കൊടുത്ത് ഊപ്പാട് വരും. മനസ്സിലായോ? ഇത് അവന്മാർക്കറിയാം. നീയൊക്കെ ആരെയാടാ കണ്ണടച്ച് കാണിച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നേ? നീ കുറെ വിഡ്ഢികൾ കാണും, പക്ഷെ വിഡ്ഢികളല്ലാത്ത കുറേ ജനം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നല്ല വിവരവും ബോധവും അറിവും ആത്മാർത്ഥതയുമുള്ള ജനങ്ങളും ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഓരോ വീഡിയോകളിലൂടെയും എൻ്റെ ഓരോ വീഡിയോയ്ക്കും സ്നേഹമായിട്ടും നല്ല നല്ല കമൻസുകളായിട്ടും ഓരോരുത്തർ വരുമ്പോഴും ഞാൻ തിരിച്ചറിയുന്നുണ്ടടാ, ഈ കേരളത്തിൽ മനസാക്ഷിയുള്ള ഒരുപാട് ജനങ്ങളുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ ഈ പാവം പിടിച്ച രേണുസുതിയെയും രേണുസുതിയുടെ മക്കളെയും പറ്റിക്കാൻ പറ്റിയത്. എന്താ, കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ ആ പേര് കാണിച്ച്, അല്ലെങ്കിൽ ആ കലാകാരനോടുള്ള ജനങ്ങളുടെ സ്നേഹം കാണിച്ച് ഈ ആൾക്കാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തി. 1-2 രൂപയല്ല പിരിച്ചെടുത്തത്, 20 ലക്ഷം രൂപയുടെ കണക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുവന്ന് വീട് വെച്ച്. അപ്പൊ ഈ വീട് വെച്ച് കൊടുത്തവൻ യഥാർത്ഥത്തിൽ ഈ കൊല്ലം സുധിയുടെ ഭാര്യയെയും മക്കളെയും മാത്രമല്ല കബളിപ്പിച്ചത്. ഇവൻ 1 രൂപയെങ്കിൽ 1 രൂപ കൊടുത്ത സകല ജനങ്ങളെയും അവൻ കബളിപ്പിച്ചു. സുരക്ഷിതമില്ലാത്ത രീതിയിൽ നിർമ്മാണം നടത്തി. എന്താ നീയൊക്കെ പറയുന്നല്ലോ ഔദാര്യമാണ്, ദാനമാണ്, ദാനം കിട്ടിയ പശുവിന് പല്ലെണ്ണാൻ പോകുന്നു. പശു ദാനമായാലും ആ പശുവിന് പല്ലുണ്ടെങ്കിൽ മാത്രമേ പുല്ല് തിന്നാൻ പറ്റൂ. അതാദ്യം ചിന്തിക്കണം. ഇല്ലെങ്കിൽ പല്ലില്ലാത്ത പശു ആ കിട്ടുന്ന ആളിന് പിറ്റേന്ന് തൊട്ടൊരു ബാധ്യതയാണ്. ആദ്യം ബോധപൂർവം ചിന്തിക്കടാ. ദാനം കൊടുത്ത പശുവിന്റെ പല്ലെണ്ണാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാന്ന് നിനക്കറിയാവോ? ഒരാളിനൊരു സാധനം കൊടുത്താൽ പിന്നീട് ഡെയിലി നടന്ന് അതെന്തായി എന്ന് ചോദിക്കാൻ പോവരുത്. ആ കൊടുത്തത് കൊടുത്തു, അവിടെ കഴിഞ്ഞോണം. അതായത് ദാനം കൊടുത്ത പശുവിന്റെ പല്ലെണ്ണാൻ പോവരുതെന്ന് പറയുന്നത് അതിനതാ. അതായത് പിന്നീട് ഡെയിലി ഞാൻ തന്നേ ഇല്ലയോ, പല്ല് 1 ഉള്ളോ, ഞാൻ തന്നേ ഇല്ലയോ, പല്ല് 2 ആയോ, അങ്ങനെ പോവരുതെന്നാ ഉദ്ദേശിച്ചത്. അല്ലാതെ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണരുതെന്ന് പറഞ്ഞത് പേടിച്ച ആള് എന്തോ ആയാലും അത് ഇവിടെ ഇരുന്നോട്ടെ, ഇനി പല്ലില്ലേലും കുഴപ്പമില്ല, അങ്ങനെ അല്ല ഉദ്ദേശിച്ചേ. മനസ്സിലായോ? ഇങ്ങനാ ഉദ്ദേശിച്ചേ. പിന്നെ നീ ഈ പറയുന്ന ലൈനിലാണെങ്കിൽ ദാനം കിട്ടിയ പശുവിന് പല്ലില്ലെങ്കിൽ അതൊരു ബാധ്യതയാണ്. പിന്നെ പോച്ച അരച്ചു കൊടുക്കണം, പിന്നെ ഇനി ചവച്ചു കൊടുക്കണം, പിന്നെ പറ്റുമെങ്കിൽ വായിലോട്ട് തള്ളി കൊടുക്കണം. അത് എത്ര ദിവസം ഒരാളങ്ങനെ നോക്കും? എത്ര ദിവസം നോക്കും? നിനക്ക് പല്ലില്ലാത്ത ഒരു പശുവിനെ ആരെങ്കിലും കൊണ്ടു തന്നാൽ നീ എന്തോ പറയും? അയ്യോ എനിക്ക് ചുമ്മാതായാലും വേണ്ട കേട്ടോ, എനിക്ക് പല്ലുള്ള പശുവിനെ മതി എന്നല്ലേ പറയൂ. അപ്പൊ പിന്നെ മേലാൽ ആ ഡയലോഗ് അടിച്ചുകൊണ്ട് ഒരുത്തനും ഇനി കയറരുത്. ദാനം കിട്ടിയതെന്ന്, അവർക്ക് ഔദാര്യം കിട്ടിയതെന്ന്. അവർക്ക് ഔദാര്യം കിട്ടിയതല്ല. ആ സുധി എന്ന് പറയുന്ന കലാകാരന്റെ കൂടെ അയാള് മരിക്കുന്നത് വരെ സുഖമായാലും ദുഃഖമായാലും ജീവിച്ച് അയാളിലുള്ള ഒരു കൊച്ചിന് ജന്മവും നൽകി ആ കൊച്ചുങ്ങളെ ഇന്നും സ്നേഹത്തോടു കൂടി വളർത്തിക്കൊണ്ടിരിക്കുന്നതിന് ഈ ജനങ്ങള്, സുധിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ കൊടുത്ത സംഭാവനയാ അവർക്ക്. സമ്മാനം, ദാനമല്ല, സമ്മാനം. ജീവിക്കാൻ കൂടെ അത് നീയൊക്കെ കൂടാണ് ദാനമാക്കിയത്. മനസ്സിലായോ? കിച്ചുവിന്റെ റൂമില്ല, കിച്ചുവിന്റെ റൂമിൽ നിന്ന് എടുത്തു വിട്ടു, കിച്ചുവിനെ ഇറക്കി വിട്ടു. എടാ ഇന്ന് വരെ കിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്? ഞാൻ പഠിക്കാൻ വേണ്ടി പോയേക്കുവാന്നില്ലയോ കൊച്ചു പറയുന്നേ. എന്നിട്ട് നിനക്കൊക്കെ ആ പെങ്കൊച്ചിനെ വിടാൻ വല്ല ഭാവമുണ്ടോ? കാരണം എന്താ? ആരും ചോദിക്കാനും പറയാനും ഇല്ലടേ. നിങ്ങൾക്കൊക്കെ ഒരു ദിവസത്തെ വരുമാനം. എടാ ഒരു വീഡിയോ ചെയ്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിടുമ്പം എങ്ങനെയായാലും ഒരു 10, 15, 16 അല്ലെ 100, 108 ഓടിയാൽ ഇത്ര $, നിനക്കൊക്കെ വരും. അപ്പൊ അതിന് നീയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരുത്തിയുടെ മുഖത്ത് ചെളി വാരി പൂശുന്നതിനെ കുറിച്ച് നിനക്കൊന്നും ഒരു ചിന്തയുമില്ല, നിനക്കൊന്നും മനസാക്ഷിയില്ല. കാരണം നിന്റെയൊക്കെ പള്ള വീർക്കണം, നിന്റെയൊക്കെ അക്കൗണ്ടിൽ കാശ് കയറണം. അപ്പൊ ഈ ഇവളെ ഇത്രയും കരിവാരി പൂശിയിട്ട് നീയൊക്കെ ഈ അക്കൗണ്ടിലേക്ക് നിന്റെ ധനം കയറ്റുന്ന സമയത്ത് എടാ നിനക്കൊക്കെ ഏതെങ്കിലും ഒരുത്തിന് തോന്നിയിട്ടുണ്ടോ ഇത് അവളെ വിറ്റുണ്ടാക്കിയ കാശാണ്, അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന കലാകാരനെ വെച്ചുണ്ടാക്കിയ കാശാണ്? ഇതിൽ നിന്നൊരു ഓഹരി, ഒരു 50 രൂപ അല്ലേ പോട്ടെ 10ന്റെ ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റിന്റെ വക അവക്കുള്ള മക്കൾക്കോ അവക്കുള്ള
കൊച്ചിന് അവക്കുള്ള കൊച്ചി ഋതപ്പനോ അല്ലെ അവക്കോ കൊണ്ട് കൊടുക്കണമെന്ന്? അല്ലേ പോട്ടെ, നിനക്കൊക്കെ ഭയങ്കര സ്നേഹമുള്ള കിച്ചുവിനൊരു നാരങ്ങ മുട്ടായി മേടിച്ചു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോടാ? എത്രായിരം രൂപ ഇത്രയും കാലത്തിനകത്ത് വെച്ച്, സുധി മരിച്ചടം മുതൽ ഇത്രയും കാലത്തിനകത്ത് വെച്ച് എത്രായിരം രൂപ സുധി എന്ന് പറയുന്ന കലാകാരനെ മാർക്കറ്റിംഗ് ചെയ്ത് നീയൊക്കെ മേടിച്ചിട്ടുണ്ടാവും. നീയൊക്കെ ദിവസേന വന്നിരുന്നോണ്ട് പറയാറുണ്ടല്ലോ, രേണു സുധി എന്ന കലാകാരനെ വെച്ച് കാശുണ്ടാക്കുന്നു, രേണു സുധി എന്ന കലാകാരനെ വെച്ച് പേരുണ്ടാക്കുന്നു. എന്തോ നാടാ രേണു സുധിയെ വെച്ച് ഉണ്ടാക്കിയത്? ആകെ ഉണ്ടാക്കിയ ഒരെണ്ണം അവളുടെ വീട്ടിലുണ്ട്. ഇപ്പൊ അതിനെ നീ എല്ലാം കൂടെ ഏതെങ്കിലും ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയിലോ പിന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യും, നിനക്കൊക്കെ എത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവള് പറഞ്ഞ പോലെ എടുത്തോണ്ട് പോയി വളർത്ത്. ഒരാങ്കോ ചെല്ലിയോ, എന്തായാലും 10-18 വയസ്സാകുമ്പോൾ അത് ഉറപ്പായിട്ടും അതിന്റെ തള്ളയെ തിരക്കി വന്നോളും. അതുകൊണ്ടൊരു കുഴപ്പമില്ല, നിനക്കൊക്കെ വേണേ കൊണ്ടുപോയി വളർത്ത് കേട്ടോ. ഇനി ആകെ സുധിയുടെ എന്നും പറഞ്ഞ് രേണുവിന്റെ കയ്യിലുള്ളത് ആ ഒരു കൊച്ച, അതിനെയും കൂടെ ഉള്ളൂ. അതിനെയും കൂടെ വേണമെങ്കിൽ നീയൊക്കെ കൊണ്ടുവെക്കോ. നിന്റെയൊക്കെ ആ ഒരു ക്രിമിയടി അങ്ങ് മാറട്ടെ. നല്ല കപ്പയ്ക്ക 2-3 പഴുത്തത് ചെത്തിപ്പൂളി അങ്ങോട്ട് തിന്നാമെന്നുണ്ടെങ്കിൽ മാറാനുള്ളതേ ഉള്ളൂ ഈ ക്രിമിയടിയൊക്കെ കേട്ടോ. അതിനകത്തൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മരുന്നിന്റെ ആവശ്യമൊന്നും ഇല്ല ഇതിന് യഥാർത്ഥത്തിൽ. പിന്നെ സുധിയെ വെച്ച് കാശുണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഈ ജനങ്ങളോടാ ചോദിക്കുന്നത്, ഈ സുധിയെ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ? സുധി എന്ന് പറയുന്ന കലാകാരനെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ആൾക്കാരാരാ? ഡെയിലി സുധി എന്ന് പറയുന്ന കലാകാരനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഭാര്യ രേണു സുധി എന്ന് പറയുന്ന കലാകാരന്റെ അന്തസ്സിന് കോട്ടം വരത്തക്ക രീതിയിൽ പ്രതികരിച്ചു ഭാര്യ രേണു സുധി. അപ്പൊ സുധി എന്ന് പറയുന്ന കലാകാരനെ വെച്ച്, ആ കലാകാരനോട് ജനങ്ങൾക്കുള്ള ഇഷ്ടത്തെ വെച്ച് യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത് നീയൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അതിൽ നിന്ന് കാശ് സമ്പാദിക്കുന്നത്. എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും ഇല്ല, എല്ലാവരും ഇല്ല, നിന്നെ പോലൊക്കെ ഉള്ള കുറച്ച് നോക്കിയത്. അപ്പം നിനക്കൊക്കെ മനസ്സിലാവും ഞാൻ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. കാരണം എനിക്കറിയാടാ, ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യ സ്ഥലത്ത് തന്നെ ചെല്ലുന്നുണ്ടെന്നും അവിടെ തന്നെ കൊള്ളുന്നുണ്ടെന്നും കൊള്ളാൻ വേണ്ടി തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ രീതിയിലും നിന്റെയൊക്കെ റിയാക്ഷൻ നീയൊക്കെ അറിയാതെ പുറത്തിറങ്ങുന്നത്. നീയൊക്കെ ഉണ്ടാക്കി തരുന്ന റീച്ച് എനിക്ക് വേണമെന്ന്, നീ ഒന്നും ഉണ്ടാക്കുന്ന റീച്ച് എനിക്ക് വേണ്ട. എനിക്കറിയാം എൻ്റെ റീച്ച് എങ്ങനെയാണെന്ന്, മനസ്സിലായോ? അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ പറയുന്നു, രേണു സുധിയല്ല സുധിയെ വിറ്റ് കാശുണ്ടാക്കുന്നത്, നീയൊക്കെയാ. യഥാർത്ഥത്തിൽ ആ സുധിയുടെ ജീവിതത്തിൻ്റെ നല്ല നാളിലും മോശം നാളിലും ചീത്ത അവസ്ഥയിലും സുധിയുടെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും സുധിയുടെ കൂടെ ജീവിച്ചതും സുധിക്ക് ഉള്ള എന്തോ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും അതിനെല്ലാം അർഹ ആരാണ്? രേണു സുധിയ. പക്ഷെ നീ എല്ലാവരും കൂടെ ചേർന്ന് അവൾ ഏതാണ്ട് മഹാപരാധം ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തി നീയൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത റീച്ചും കാശും ഒരു വഴി കൂടെ അങ്ങ് പോയിക്കോളും. നല്ലൊരു പനിക്കില്ല. പണ്ട് കൊറോണ വന്ന് കുറേ എണ്ണം പോയ വഴി അറിയാമല്ലേ? അത്രേ ഉള്ളൂ. ഒരു പെണ്ണിൻ്റെ പ്രാക്ക് പിടിച്ചു പറ്റി ഉണ്ടാക്കിയെടുത്ത റീച്ച് കൊണ്ട് എന്തോ സാധിക്കാനാ? അവളുടെ സ്വന്തം ഭർത്താവിൻ്റെ അങ്ങനാണ് ഇങ്ങനാണ് മാടയാണെടാ. നീയൊക്കെ ഇത്രയും കിടന്നങ്ങ് പ്രസംഗിക്കുന്ന എന്തോ അവൾ ചെയ്ത മഹാപരാധം? അവൾ 2-3 ഷോർട്ട് ഫിലിമിൽ പോയി അഭിനയിച്ചതോ ഭർത്താവ് മരിച്ചപ്പം? അക്കണക്കിനാണെങ്കിൽ എടാ ഈ യൂട്യൂബും തുറക്ക്. നീ ഒരു രാത്രി 9:30 കഴിയുമ്പോൾ ഇതിനകത്തോട്ടൊക്കെ ഒന്ന് കയറി വാടാ. ലൈവിൽ ഇരിക്കും പെണ്ണുങ്ങള്. അബാ ഇങ്ങോട്ട് കയറിപ്പോരെ, ഇന്നാരുടെ ലൈവ് തുടങ്ങുന്നു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കാണാം, എന്ത് വേണമെങ്കിലും ഇവിടെ കേൾക്കാം. മണി ചാറ്റ് നടത്തൂ, പിന്നെ എന്തിനാ സൂപ്പർ ചാറ്റ് നടത്തൂ, നിന്റെ മറ്റേത് നടത്തൂ, മറിച്ചേത് നടത്തൂ, അതിലേക്കൂടെ നോക്കി ഇങ്ങോട്ട് കാണൂ, പിന്നെ എന്തിനാ മെമ്പർഷിപ്പ് എടുക്കൂ. ഇങ്ങനെ ഉണ്ടടാ. എന്താ അതൊന്നും നിന്റെ കണ്ണി കയറുന്നില്ലയോ? അതോ അവളുമാരുടെ ഭർത്താക്കന്മാരെ നിനക്ക് അറിഞ്ഞൂടാ അല്ലയോ? ഭർത്താവ് ഏതാന്ന് അറിയത്തില്ല. അല്ലടാ, അവളെയൊക്കെ പറയാൻ ചെന്നാലേ അവളൊക്കെ നല്ല പൊലയാട്ടാട്ടിഞ്ഞ് വിടും. വേണമെങ്കിൽ അങ്ങ് വീട്ടിലും വന്ന് കയറും. മനസ്സിലായോ? അതുകൊണ്ടാ നീയൊന്നും പോത്തെ. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം എത്ര പേരുണ്ടാ ഇതിനകത്ത്. ഇച്ചിരീച്ചുള്ള തുണിയും ഉടുത്ത് അവിടോ ഇവിടോ അപ്പറോ ഇപ്പറോ എല്ലാം വെച്ചുകൊണ്ട് എത്ര പേരുണ്ട് ഇതിനകത്ത്. അവർ റീൽസ് ഇടുന്നില്ലയോ? എന്താടാ അവരുടെയൊക്കെ പുറപ്പാത്തേ? ഇന്നാര് താണ്ട കൈലി പൊക്കി കുത്തിയപ്പം ഞങ്ങളിൽ അവിടെ ഇരുന്ന് അതിനെ കണ്ടു, മറ്റേത് നെഞ്ചത്തൂടിട്ട ഷാളിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിൽ അത് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് എന്താടാ ഇറങ്ങാത്തേ?
അപ്പം രേണുസുതിയുടെ തോളയിലോട്ട് കയറാൻ ചെന്നാൽ അവൾക്ക് ആരുമില്ല. അവിടെ എന്തുവാ, അവിടെ നിനക്കൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവൾക്ക് ഭർത്താവില്ല. നേരെ തിരിച്ച് സുതി ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഇതേപോലെ ഏതെങ്കിലും ഒരു വീഡിയോ, സുതി ഉള്ള സമയത്ത് അവൾ ഇതേപോലെ അഭിനയിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ കിശുങ്ങുമായിരുന്നോടാ? കിശുങ്ങിയല്ല. കാരണം അവൻ നിന്റെയൊക്കെ മോന്ത പിടിച്ച് ഭിത്തിയെ വെച്ച് ഒരച്ചേനെ. കുറച്ച് സെക്സി ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് നീയൊക്കെ എന്താടാ പോവാത്തെ? റിയാക്ഷൻ വീഡിയോ ആയിട്ട് അവളുമാരി കയറ്റി നിന്നെയൊക്കെ ഉരിയും. മനസ്സിലായോ? അത് പെണ്ണുങ്ങളോടുകൂടാ ഞാൻ പറയുന്നത്. നീയൊക്കെ അതുകൊണ്ടാടി പോവാത്തെ. മനസ്സിലായോ? കാരണം ഭർത്താക്കന്മാരുണ്ട് അവർക്ക്. ഭർത്താവെന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട് അവരുടെ കയ്യിൽ. രേണുസുതിക്ക് അതില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് എന്ന് കയറുന്നേ. രേണുസുതിയെ കെട്ടിക്കാൻ നടക്കുന്നു. സുധിയുടെ ക്ലൈം കിട്ടുന്നത് വരെ അവള് നിൽക്കുന്നു. സുധിയുടെ ആക്സിഡന്റ് ആയി എൻ്റെ പൈസ കിട്ടി കഴിയുമ്പോൾ അവള് വരെ കിട്ടും. അത് അവളുടെ സൗകര്യമാ. കെട്ടിയോ കെട്ടാതിരിക്കുകയോ ചെയ്യുന്നത്. നിനക്കൊക്കെ എന്തോ വേണം? നീയൊക്കെ സ്വന്തമായിട്ടടാ അവളൊന്നും ഇല്ലെങ്കിൽ 4 പേരുടെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ച് തുള്ളി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത്. അവൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടെന്ന്. അത് അവൾ അധ്വാനിച്ചുണ്ടാക്കുന്നത്. ഡാൻസ്, പാട്ടെങ്കിൽ പാട്ട്, സിനിമ അഭിനയമെങ്കിൽ സിനിമ അഭിനയം, ഷോർട്ട് ഫിലിം എങ്കിൽ ഷോർട്ട് ഫിലിം. അവളെ കൊണ്ട് അഭിനയിക്കാൻ കൊള്ളിയാലെന്ന് നീയൊക്കെ പറയുന്നല്ലേ. പക്ഷെ അവളെ വെച്ച് അഭിനയിപ്പിക്കാൻ ആൾക്കാരുണ്ട്, അത് കാണാനും ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് അവളത് ചെയ്യുന്നു. അവൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവുന്നു. നീയൊക്കെ എന്തോ ചെയ്യുന്നു? അവൾ എന്താണ് കാണിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അവളല്ലെങ്കിൽ വേറൊരുത്തി എന്തോ ചെയ്യുന്ന, ചുണ്ടും കീഴിന്ന് എന്തോ വീഴുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് വേണം അതെടുത്തോണ്ട് വന്ന് രേണുസുതി അങ്ങനെ പോയി, രേണുസുതിയുടെ അച്ഛൻ ഇങ്ങനെ പോയി, കിച്ചു ഇങ്ങനെ പറഞ്ഞ്. നാണം ഉണ്ടോ? അതില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഇനി ആ ഒരു വാക്കേ ഞാൻ ചോദിക്കുന്നില്ല. പുച്ഛമൊന്നും പറയുന്നില്ല, വെറുപ്പൊന്നും പറയുന്നില്ല. അയ്യോ, ഇതൊരു വല്ലാത്ത അവസ്ഥ, വല്ലാത്ത ചതി. സ്വന്തം അന്നേരം ചോദിക്കും ചേച്ചി എന്താ ചെയ്യുന്നത്, ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ഇവന്മാരെ പോലുള്ളവരെ പറയാൻ ആരുമില്ല ഇവിടെ. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കുറെ കാലം കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നീയൊക്കെ വല്ലവരുടെയും കണ്ടന്റിന്റെ അറ്റത്ത് കയറി ഇരുന്ന് കിണ്ടാന്ന് അടിക്കുന്ന എന്തിനാടാ ചോദിക്കാൻ ആരുമില്ല. അപ്പം ഞാനും വിചാരിച്ചടാ ഇതൊക്കെ ചോദിക്കാൻ ഒരാൾ വേണ്ടേ? ആ റോളാ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ചോദിക്കൂടാ, ഇനിയും ചോദിക്കും. നീയൊക്കെ ഇനിയും ചെയ്യും. നിന്നെയൊക്കെ ഇതേപോലെ ഞാൻ ചോദിക്കും. അതായത് സാധാ ജനത്തിന് ബോധ്യം വരണം നീയൊക്കെ എന്തുവാ ചെയ്യുന്നതെന്ന്. നിനക്ക് വന്നിരുന്ന് എസ് ജയ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. നീയൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. അതായത് നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആടിനെ പട്ടിയാക്കുന്ന വകുപ്പാ. അതായത് എവിടെന്നെങ്കിലും ഒരു വീഡിയോയുടെ അറ്റം കട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിന്റെ പകുതി എടുക്കും. യഥാർത്ഥത്തിൽ ഒന്ന് വിളിച്ചേ കാണത്തുള്ളൂ. ഒരുത്തം വന്നിരുന്ന് പറയുന്ന കേട്ട് ഞാൻ കിച്ചുവിനെ വിളിച്ചു, മോനെ കിച്ചു ഞാൻ നിന്നെ 3 ദിവസമായിട്ട് വിളിക്കുന്നത്. അതിനിപ്പുറത്തോട്ടില്ല. അവനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ ഇവനോട് പറഞ്ഞ മറുപടി എന്താണെന്നാണ് അവൻ കേൾപ്പിക്കാനില്ല. അവൻ പറഞ്ഞു അതൊക്കെ അമ്മയാ തീരുമാനിക്കുന്നേന്ന്, അല്ലെ അതൊക്കെ അപ്പാപ്പനാ തീരുമാനിക്കുന്നേന്ന്. ഞാനല്ല തീരുമാനിക്കുന്നത്. അവർ പറയുന്നതേ എനിക്ക് ചെയ്യോ, അല്ലെ എനിക്ക് അവർക്ക് എന്താണോ വേണ്ടത് അതാണ് എൻ്റെ ഇഷ്ടമെന്ന്. നിനക്കൊന്നും ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അതൊക്കെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഫുൾ സ്റ്റോപ്പായി. അതുകൊണ്ടാ. അപ്പോൾ ഓക്കെ, ശരി, നീയൊക്കെ കണ്ടിന്യൂ ചെയ്. നിന്റെയൊക്കെ പുറകെ ഞാനും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എന്നിട്ട് ഇവന്മാർക്ക് പറയാൻ എന്തൊരു വൈക്ലഭ്യം. വീടിന് കേടുപാടുകൾ ശംഭവിച്ചു. അയ്യോ, പണത്തിൻ്റെ ഒരു കനമേ, അത് പറയാനുള്ള ഒരു നാണക്കേടേ. ഇനി ഞങ്ങൾ ആർക്കും സഹായം ചെയ്യത്തില്ലെന്ന് അടുത്തവൻ്റെ തള്ളന്നേരത്തേന്. ഞങ്ങൾ ആർക്കണ്ട് 50 വീൽ ചെയർ കൊടുക്കാതിരുന്നേ. ഞാൻ ആ രേണുസുതിക്ക് ഒരു ലോഡ് ഇതിനെ നീ മേടിച്ചു കൊടുത്ത തുണിയല്ലേ രേണുസുതി ഉടുത്തോണ്ട് കിടക്കുന്നത്. തുണി മേടിച്ചു കൊടുക്കാതിരുന്നേ, 50 വീൽ ചെയർ കൊടുക്കാതിരുന്നേ, ഞങ്ങൾ മറ്റേത് കൊടുക്കാതിരുന്നേ. രേണുസുതി ഇത് പറഞ്ഞുകൊണ്ട് ഇനി ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. ഇനി ആർക്കും ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ ആർക്കും കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്താൽ ഇതുപോലെ അബദ്ധങ്ങൾ അവിടെ അഭയാർത്ഥികളെ പോലെ കിടക്കേണ്ടിയും വരും. ഇതേപോലുള്ള നാറികൾ കാരണം, ഇവനെ പോലുള്ളവന്മാർ കാരണം അഭയാർത്ഥികളെ പോലെ കിടക്കേണ്ടിയും വരും. നാളെ അത് പൊളിഞ്ഞു പോയാൽ അവർ തന്നെ കുത്തിപ്പൊളിച്ചാന്ന്. അപ്പം ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, പെരുമ്പാവൂര് ജിഷയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് ഇത് തന്നെ. കുറെ പന്നം പിടിച്ചവളുമാർ വന്ന് പറഞ്ഞായിരുന്നു അർഹതയില്ലാത്തവർക്ക് വീട് കൊടുത്ത് അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അവിടെ കിടക്കത്തില്ല, അവർ കുപ്പക്കുഴിയിലേ കിടക്കത്തുള്ളെന്ന്. എടി, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയത് കൊണ്ടല്ലടി ഇതുപോലുള്ള കള്ള തിരുമാലികൾ വന്ന് കള്ളത്തരം കാണിച്ച് അവർക്ക് വീട് ചെയ്ത് കൊടുത്തിട്ടാ 4 ദിവസം കഴിയുന്നതിന് മുമ്പ് അത് പൊളിഞ്ഞു പോയത്. ഇന്ന് പഞ്ചായത്തിന്റെ ഒരു വീട് കിട്ടിയാലും മിനിമം എഗ്രിമെന്റിനകത്ത് 10 വർഷത്തെ വാറണ്ടി എഴുതും. ഇത്ര വർഷത്തേക്ക് ഇതിന്റെ സകല പൂർണ്ണ ഉത്തരവാദിത്വവും, ഇതിനെന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാൽ ഞങ്ങളാണ് ഉത്തരവാദിത്വം എന്നും പറഞ്ഞു പണിഞ്ഞു കൊടുക്കുന്ന കോൺട്രാക്ട് എഴുതി കൊടുക്കണം.
1 വർഷം 6 മാസം ആവുന്നതിന് മുമ്പ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന ഇവനൊക്കെ എന്തോത്തിന്റെ കൺട്രാക്ടന്മാര്, എന്തോത്തിന്റെ പണിക്കാരന്മാര്. അപ്പം ആ പെരുമ്പാവൂരിലെ തള്ളയും ഇതുപോലെ നിന്നെ പോലുള്ള കുറെ അവളുമാരും അവന്മാരും ആദ്യമേ നാറ്റിയിട്ടത് കൊണ്ട് അവരും പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. അതുപോലെ നീയൊക്കെ വിചാരിച്ച് രേണു സുധീരെ എടുത്തിറക്കാമെന്ന്. നടന്നില്ല, ചീറ്റിപ്പോയി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നീയൊക്കെ കണ്ടിന്യൂ ചെയ്തോ. നിന്റെയൊക്കെ പുറകെ ഇനിയും വരും. പക്ഷെ നിന്നിലൂടെ കിട്ടുന്ന റീച്ച് വേണ്ട, എന്നിലൂടെ ഉണ്ടാവുന്ന റീച്ച് മതി. ഇനിയും വരും ഇതേപോലെ സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ നിന്നാൽ ഇനിയും വരും നിന്റെയൊക്കെ പുറകെ.